പിണറായിയെ തോൽപ്പിക്കാൻ ശേഷിയുള്ള ഏത് ചെകുത്താനാണെങ്കിലും നിലമ്പൂരിൽ വിജയിക്കുമെന്ന് പി വി അൻവർ. BJP വോട്ട് വാങ്ങാൻ CPM തയ്യാറായി കഴിഞ്ഞുവെന്നും പി വി അൻവർ 24-നോട് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മോടൊപ്പം അതിന് കാരണക്കാരനായ പി വി അൻവർ മുൻ MLA ആണ് ചേരുന്നത്. അങ്ങില്ല, അങ്ങയുടെ ഒരു പേരൊന്നും തന്നെ എവിടെയും പറഞ്ഞു കേൾക്കുന്നില്ല, അങ്ങ് മത്സരിക്കാനുമില്ല എന്ന് അങ്ങ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് അങ്ങ് ഉന്നയിക്കുന്ന ചേരിയിൽ, അങ്ങ് ലക്ഷ്യമിടുന്ന ചേരിയിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഏത് ചെകുത്താൻ മത്സരിച്ചാലും ജയിപ്പിക്കാൻ ആവശ്യമായ കപ്പാസിറ്റി ഉണ്ട്, ജനങ്ങൾ ജയിപ്പിക്കുമെന്ന്. ഉറപ്പാണോ ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാലും വിജയം ഉറപ്പാണെന്ന്? ഇല്ല, അങ്ങനെയൊന്നും പറയാനായിട്ടില്ലല്ലോ. എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ പറയാം? UDF-നെ സംബന്ധിച്ച് തീരുമാനം പ്രഖ്യാപിക്കട്ടെ, അപ്പോൾ നമുക്കതിനെ കുറിച്ച് പറയാം. ജോയിയുടെ പേര് നമ്മളിങ്ങനെ കേട്ടിരുന്നു, ഒരു ഭാഗത്ത് കേട്ടിരുന്നു. ഇപ്പോൾ ജോയിയുടെ പേരിൽ നിന്നും ജോയിയുടെ പേര് മാറി ആര്യാടൻ ഷൗക്കത്തിലേക്ക് വരുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. വാർത്തകൾ പലതും ഉണ്ടാകും. വാർത്തകൾ ഭൂരിപക്ഷം അടിസ്ഥാനമില്ലാത്തതാണ്. അപ്പോൾ അത് അവർ പ്രഖ്യാപിക്കട്ടെ, അപ്പോൾ നോക്കാം. ആർക്കാണെങ്കിലും പിന്തുണ UDF-ന് തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു തർക്കമില്ലല്ലോ അല്ലേ? അല്ല, അത് പറഞ്ഞ കാര്യമാണല്ലോ. പിന്തുണ പിണറായിയെ തോൽപ്പിക്കാനാണ്. പിണറായിയെ തോൽപ്പിക്കാൻ ശേഷിയില്ല ഏത് സ്ഥാനാർത്ഥി നിർത്തിയാലും നമ്മൾ പിന്തുണക്കും. മനസ്സിലായില്ലേ? പിണറായിയെ തോൽപ്പിക്കാൻ ശേഷിയുള്ള ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും നമ്മൾ പിന്തുണക്കും. നേരത്തെ പറഞ്ഞത് പിണറായിയെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താൻ വന്നാലും വോട്ട് ചെയ്യാൻ തയ്യാറായി ജനങ്ങൾ നിൽക്കുക. ആ ചെകുത്താനിൽ നന്മ ഉണ്ടാവണം. ആ ചെകുത്താനെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ഒരു വിഭാഗത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവരുത്. എല്ലാവരുടെയും കൂടി എന്താ പറയുക, ഇഷ്ടക്കാരനായിരിക്കണം. ഇപ്പോൾ BJP-യുടെ വോട്ട് 10-17,000 വോട്ട് ഒരുമിച്ച് വാങ്ങുകയാണ്. BJP സ്ഥാനാർത്ഥി ഇല്ല. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എന്താ പറയുക കളം വിടേണ്ടി വന്നത്. അതിലേക്ക് ഓരോ ദിവസവും ഇത് കൃത്യമായി വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് അവർ തീരുമാനിക്കട്ടെ. തീരുമാനം പോസിറ്റീവ് ആവുമെന്ന് അങ്ങ് കരുതുന്നു. ഈ രണ്ട് പേരുകളിലും ഐ ആം ഓൾവേസ് പോസിറ്റീവ്. ഹാപ്പിയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസാന നിമിഷത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. വളരെ കുറച്ച് കാലമുള്ള ഒരു ഓട്ടോ അക്കൗണ്ട് പോലും പാസ്സാക്കാൻ കഴിയാത്ത ഒരു MLA ആയിട്ടൊക്കെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണെന്ന് ധരിച്ച് ജനങ്ങൾ അതിനോട് അങ്ങനെ ഒരു പ്രതികരണം നടത്താനുള്ള സാധ്യത ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ രാജിവെച്ച കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടതാണ്. ഇന്ന് വിളിച്ച പ്രസ് മീറ്റിൽ ഒരു പ്രധാന ഭാഗം അതാണ്. അപ്പോൾ അതൊക്കെ വിശദീകരിക്കപ്പെടും. അതൊക്കെ മനസ്സിലാക്കി എന്നെ അറിയുന്ന ജനങ്ങളാണ് നിലമ്പൂരുള്ളത്. മനസ്സിലായില്ലേ? നമ്മളവിടെ മാളികപ്പുറത്ത് കയറിയിരിക്കാറില്ല. നമ്മളവിടെ ആ അങ്ങാടികളിലൂടെ ആ സാധാരണ മനുഷ്യരുടെ കൂടെ ഇരുന്നും നടന്നും സംസാരിച്ചും അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചും ജീവിച്ചൊരു വ്യക്തിയാണ്. അവർക്ക് എന്നെ അറിയാം. സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു. CPM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? CPM-ന് ആശയം തന്നെയല്ലല്ലോ സ്ഥാനാർത്ഥിയെ. ആശയത്തിന് കുഴപ്പമുണ്ടാണെങ്കിൽ ഒരു ആശയം വേണ്ടേ? ഇവിടുത്തെ ആമാശയം നോക്കിയിട്ട് അവിടെ നോക്കിയിരിക്കല്ലേ. ഇവിടെ ആര് തീരുമാനിക്കപ്പെടും എന്നതനുസരിച്ച് ജാതി മത സമവാക്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. എവിടെ എത്തി CPM? എവിടെ എത്തി? ജാതി മത സമവാക്യങ്ങൾ എങ്ങനെ ദുരുപയോഗം ചെയ്ത് വോട്ട് വാങ്ങാം, അതിനാണല്ലോ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവർ പ്രഖ്യാപിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായും അതാണ് പി വി അൻവറിന് പറയാനുള്ളത്. രാജീവ് സുധീനൊപ്പം ശ്രീകുമാരൻ, 24 മലപ്പുറം.